കൊടകര കുഴൽപ്പണക്കേസിൽ ഇഡിക്ക് കത്ത് നൽകി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം 24-നോടുള്ള തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം വേണമെന്നാണ് ആവശ്യം. സാമ്പത്തിക വിഷയമായതിനാൽ അന്വേഷിക്കേണ്ടത് ഇഡി എന്നും കത്തിൽ പറയുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും എസ് ശ്രീകാന്ത് ചെയ്യുന്നു. ശ്രീകാന്ത്, തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിൽ പ്രത്യേക അന്വേഷണ സംഘം ഇഡിക്ക് കൊടുക്കുന്ന കത്തിൽ പറയുന്ന വിശദാംശങ്ങൾ എന്താണ്? ശ്രീകാന്ത്. ഹാഷ്മി, 24-ന്റെ ഉപതെരഞ്ഞെടുപ്പ് സമയത്തെ ഒരു ബിഗ് ബ്രേക്ക് ആയിരുന്നു തിരൂർ സതീശന്റെ ഈ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം അതിൽ അന്വേഷണവുമായി മുന്നോട്ട് പോയിരുന്നെങ്കിലും അവർക്ക് FIR രജിസ്റ്റർ ചെയ്യാൻ ഇനിയും സാധിച്ചിട്ടില്ല. അവരുടെ അന്വേഷണം അനിശ്ചിതത്വത്തിലാണ്. അതിന് കാരണം ഈ സാമ്പത്തിക വിഷയം ആയതിനാൽ തന്നെ അവർക്കിതിൽ കൂടുതൽ അന്വേഷിക്കുന്നതിന് പരിമിതികളുണ്ട്. പോലീസ് ഇതിൽ റോബറി ഭാഗം മാത്രമാണ് അന്വേഷിക്കുന്നതിന് സാധിക്കുന്നത്. പക്ഷേ നിലവിലിപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ DYSP PK രാജു ഒരു കത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: കേസിൽ സതീശന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം നടത്തണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ചാക്കുകെട്ടിൽ BJPക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ട് വന്നതായി മൊഴി കിട്ടിയെന്ന് അദ്ദേഹം ആ കത്തിൽ പറയുന്നു. ഇത് സാധൂകരിക്കുന്ന മൊഴി തിരൂർ സതീശന്റേതായി ഉണ്ട് എന്നും സംഘത്തലവൻ, ഈ അന്വേഷണ സംഘത്തലവൻ DYSP PK രാജു ആണ് വ്യക്തമാക്കുന്നത്. സാമ്പത്തിക വിഷയമായതിനാൽ ഇത് ED അന്വേഷിക്കണം എന്നുള്ള കാര്യം കൂടി ചേർത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ കത്ത് നൽകിയിട്ടുള്ളത്. പക്ഷേ നിലവിൽ ED ഇതിൽ ആ റോബറി ചെയ്തെടുത്ത പണം അത് പിന്നീട് കള്ളപ്പണം വെളുപ്പിക്കലിന് വിധേയമാക്കിയോ എന്നതാണ് അന്വേഷിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുകയാണ്. ഹൈക്കോടതി അവർക്ക് 2 മാസത്തെ സമയം കൂടി നൽകിയിരുന്നു. ആ പശ്ചാത്തലത്തിൽ ഇനിയൊരു തുടരന്വേഷണം കേരള പോലീസിന്റെ ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. സാധ്യത തുലവും തുച്ഛമാണ്. പോലീസിന് ഈ കേസിൽ അന്വേഷിക്കുന്നതിനുള്ള പരിമിതി അവർ അറിയിച്ചും കഴിഞ്ഞു. അതിൽ ഇനിയൊരു FIR പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ കൊടകരയിൽ ഏതളവിൽ വരെ അന്വേഷണമുള്ളൂ എന്ന് ED വളരെ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതിൽ ഈ പറയുന്ന രീതിയിലുള്ള ബന്ധങ്ങളിലേക്കൊന്നും പോവില്ല എന്ന് ED സംശയത്തിന് അടിസ്ഥാനമില്ലാത്തവണ്ണം വ്യക്തമാക്കിയതാണ്. അതിൽ രാഷ്ട്രീയമൊക്കെ CPM കോൺഗ്രസ് കാണുന്നുണ്ടെങ്കിലും ശ്രീകാന്ത്, ഇപ്പോൾ പോലീസിന് കൂടി തിരൂർ സതീഷിന്റെ ഈ ഗുരുതരമായി നമ്മളോട് നടത്തിയ അതിഗുരുതരമായ വെളിപ്പെടുത്തൽ കൂടുതലൊന്നും ചെയ്യാനില്ല എന്നല്ലേ ഈ കത്തിന്റെ അർത്ഥം? അക്കാര്യത്തിൽ ഇനിയൊരു സംശയം വേണ്ട ഹാഷ്മി. കാരണം അന്ന് തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് കോടതിയിലൊക്കെ പോവുകയും ഇതിൽ FIR ഇടും എന്നുള്ള കൂടിയാലോചനകളൊക്കെ നടക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ആ സമയമൊക്കെ കഴിഞ്ഞ് ഇത്രയും നാളായി ഇനിയും ഒരു FIR അക്കാര്യത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിനർത്ഥം അവർക്ക് അതിനുള്ള സാങ്കേതികമായ തടസ്സങ്ങളുണ്ട് എന്ന് തന്നെയാണ്. DYSP PK രാജു ഈ കത്തയക്കുമ്പോൾ EDക്ക് ഇത് കൈമാറുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഞങ്ങൾക്കിതിൽ കൂടുതലായി ഒന്നും ചെയ്യാനില്ല, ഇനി ചെയ്യേണ്ടത് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ED ഈ കേസിൽ എന്താണ് ചെയ്യാൻ ഉള്ളത് എന്നും എത്രത്തോളം ഇക്കാര്യത്തിൽ ചെയ്തിട്ടുണ്ട് എന്നും ഇനി എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് എന്നും ഹൈക്കോടതി അവർ അറിയിച്ചതാണ്. തൽക്കാലം കേരള പോലീസിന്റെ കത്ത് അത് EDയുടെ ഷെൽഫിൽ തന്നെ ഇരിക്കും. എസ് ശ്രീകാന്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. 24-നോടായിരുന്നു തിരൂർ സതീഷിന് ആ നിർണായകമായ വലിയ കൊള്ളക്കമുണ്ടാക്കിയ വെളിപ്പെടുത്തൽ. അതിൽ പിന്നീട് പോലീസിന് അന്വേഷണത്തിലേക്ക് പോയി, പോലീസിന് മൊഴിയെടുക്കലിലേക്ക് പോയി. ഈ പറയുന്ന രീതിയിൽ ചാക്കുകെട്ടായി പണം വന്നു വന്ന തിരൂർ സതീഷിന്റെ മൊഴിയിൽ അന്വേഷണം വേണമെന്ന് EDയോട് ആവശ്യപ്പെടുകയാണ് കേരള പോലീസ്. അപ്പോൾ ഇവിടെ ഇനി കേരള പോലീസ് ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നില്ല എന്നതിന്റെ പരോക്ഷ സൂചനയാണോ ആ കത്ത് എന്നത് വ്യക്തമാകട്ടെ.